രാവിലെ ഒരു 5:30 ആയിട്ടുണ്ട്. ഇന്നത്തെ നമ്മുടെ യാത്ര ഇപ്പോഴും പഴയ സംസ്കാരങ്ങളൊന്നും മാറാതെ നിലനിൽക്കുന്ന ചെറിയ ഗ്രാമ കാഴ്ചകളും അവിടുത്തെ കൃഷി രീതികളും മരുഭൂമിയിലെ സ്വർഗ്ഗ കാഴ്ചകൾ എന്ന് വേണേലും പറയാം. അപ്പോൾ വീഡിയോ മുഴുവനായിട്ടും കാണണം. പിന്നെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ല്. ലൈക്ക് എന്തായാലും ചെയ്യണം. രാവിലെ ഇറങ്ങിയതാണേ, ഒരു ചായ കുടിക്കാൻ വേണ്ടി കയറിയതാണ്. പിന്നെ ഒന്ന് ഫ്രഷും ആവാം. പിന്നെ ഇവിടുത്തെ ബാത്റൂമൊക്കെ വളരെ നീറ്റ് ആൻഡ് ക്ലീൻ ആണ്. നമ്മുടെ നാട്ടിലെ ആണേലോ പോകുന്ന വഴിയിൽ കുറച്ച് റോഡ് പണികളൊക്കെ നടക്കുന്നുണ്ട്. പക്ഷേ നമുക്ക് സ്മൂത്തായിട്ട് പോകാം. രാവിലെ ആയതുകൊണ്ടാവാം ഒരുപാട് തിരക്കൊന്നുമില്ല. അല്ലെങ്കിലും ഈ റൂട്ടിൽ അധികം തിരക്കൊന്നും ഇല്ല. രാവിലെ തന്നെ നല്ലൊരു പീസ്ഫുൾ അറ്റ്മോസ്ഫിയർ ആയിരുന്നു ഇവിടെ എത്തിയിട്ട്. നമ്മളിപ്പോൾ കാണുന്ന UAE പണ്ട് ഇതുപോലെയായിരുന്നു. പക്ഷേ ഇവിടെ യാതൊരു മാറ്റവും സംഭവിച്ചിട്ടില്ല. നമ്മളുള്ളത് കോർഫക്കാനിലെ വാദി ഷീസ് എന്ന് പറഞ്ഞ ഏരിയയിലാണ്. ഇതെന്ന് പറയുമ്പോൾ ഒരു 1.8 കിലോമീറ്റേഴ്സ് ഉള്ള ഒരു ട്രെയിലാണ്. അപ്പം ഒരു ഏൻഷ്യൻ്റ് ആയിട്ടുള്ള ഒരു സെറ്റിൽമെൻ്റ് ആണ് ആക്ച്വലി. ഷാർജയിലെ തന്നെ വൺ ഓഫ് ദ ഓൾഡസ്റ്റ് ആയിട്ടുള്ള നക്വി ട്രൈബ്സിൻ്റെ ഒരു സെറ്റിൽമെൻ്റ് ആയിരുന്നു ഇവിടെ. ഇഷ്ടംപോലെ വേറെ പ്ലാന്റ്സും ചെറിയ ചെറിയ വാട്ടർഫാൾസും അതൊക്കെ നമുക്ക് കാണാം. ഇവിടുത്തെ വാദികളിൽ വർഷം മുഴുവനും വെള്ളം കാണുമെന്നാണ് പറയുന്നത്. അപ്പോൾ നിങ്ങൾക്ക് അങ്ങോട്ട് നോക്കിക്കഴിഞ്ഞാൽ കാണാം, അവിടെ ഒരു ചെറിയൊരു അരുവിയുണ്ട്. അരുവിയിൽ നിന്നുള്ള വെള്ളം ഒരു ചാലാക്കിയിട്ട് തോട്ടത്തിലേക്ക് വിടുകയാണ്. നിങ്ങൾക്ക് ആ റോക്കൊക്കെ നോക്കിക്കഴിഞ്ഞാൽ കാണാം, ഇതിങ്ങനെ ചെത്തിയെടുത്താന്ന് തോന്നുന്നു. അപ്പം ഈ ഏരിയയിൽ പുറത്തൊക്കെ നല്ല ടെമ്പറേച്ചർ ആണെങ്കിലും ഇതിനുള്ളിൽ നല്ല കൂളിംഗ് ആണ്. കാരണം ഇതൊരു മലയുടെ ചെരുവിലായതുകൊണ്ട് നല്ല കൂളിംഗ് ആണ്. അപ്പം മലയിൽ നിന്നൊക്കെയുള്ള വെള്ളം ഒരു ചാനൽ ചെയ്ത് നമ്മുടെ കൃഷിയിടത്തിലേക്ക് ഇതുവഴി പോകുന്നതാണ്. അപ്പോൾ നേരത്തെ പറഞ്ഞായിരുന്നല്ലോ, ഇത് നക്വി ട്രൈബ്സിൻ്റെ സെറ്റിൽമെൻറ്റ് ഏരിയ ആയിരുന്നു. പക്ഷേ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഇപ്പം പല വീടുകളും കാണാം. എന്നാലും ഇപ്പം നക്വി ട്രൈബ്സ് ഒന്നുമല്ല, പലരും താമസിക്കുന്നുണ്ട് അവിടെ. ഈ വീടുകളൊക്കെ പരമ്പരാഗത വീടുകളൊക്കെ ആയിരുന്നു. പക്ഷേ ഇപ്പം അതിനകത്ത് പുതിയ ആൾക്കാരൊക്കെയാണ് താമസിക്കുന്നത്. ചെറുതായിട്ട് റെനോവേറ്റൊക്കെ ചെയ്തിട്ടുണ്ട്. ഇവിടെ കുറച്ച് റെനോവേഷൻ വർക്ക്സ് ഒക്കെ നടക്കുന്നുണ്ട്. ആ കാണുന്നത് ആട്ടിൻകൂടാണ്. കുറേ ആടുകളുണ്ട്. പിന്നെ ഞാൻ പറഞ്ഞല്ലോ, ഇവിടുത്തെ വാദികളിലൊക്കെ നിറയെ വെള്ളമുണ്ട്. ഇപ്പോഴും ഉണ്ട് ഈ ചൂട് സമയത്ത്. പിന്നെ ഇതൊക്കെ ഇവിടുത്തെ കൃഷി രീതികളും കൃഷിയിടങ്ങളും ഒക്കെയാണ്. എല്ലാം നല്ല വൃത്തിയാണ്. പിന്നെ ഇവിടുത്തെ ആളുകളാണേലും ഭയങ്കര ഫ്രണ്ട്ലിയാണ്. നമ്മളോട് കാര്യമായിട്ടൊക്കെ തന്നെ സംസാരിക്കും. ഒരുപാട് ഏരിയ ഉണ്ട് കേട്ടോ നടക്കാൻ. നമ്മൾ കുറച്ചായി നടക്കുന്നു. പക്ഷെ നമുക്കൊരു ബുദ്ധിമുട്ട് തോന്നിയില്ല. ഒരു ഡിഫറെൻ്റ് എക്സ്പീരിയൻസ് ആയതുകൊണ്ടാവാം. വളരെ എന്താ പറയുക, വളരെ ശാന്തമായ ഒരു അറ്റ്മോസ്ഫിയറാണ്. അപ്പോൾ നമുക്ക് അവർ കുറച്ച് ഡേറ്റ്സ് തന്നു കേട്ടോ. ഇവിടുന്ന് തോട്ടത്തിൽ നിന്ന് എടുത്ത ഡേറ്റ്സ് ആണ് നമുക്ക് തന്നു. നല്ല ഫ്രഷ് ഡേറ്റ്സ് ആണ്, ഇന്ന് വീണാണ്. इस जगह नहीं है, इसका नाम शीश है, शीश। और ये हम नहीं है, एक खेत का काम करता है, ठीक है। इधर हम पाकिस्तानी लोग रहता है और हमारा साथ नहीं है, ये हमारा चाचा है। ये बहुत अच्छा जगह है, ठीक है भाई, शुक्रिया। ആണോ?
അപ്പോൾ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഈ വാതിയിൽ നിന്നുള്ള വെള്ളമെല്ലാം ഇവിടെ കളക്ട് ചെയ്തിട്ട് ഇവിടുന്ന് പമ്പ് ചെയ്തിട്ട് ചിലയിടത്തേക്ക് പോകുന്നുണ്ട്, കൃഷി സ്ഥലത്തേക്ക് പോകുന്നുണ്ട്. അതാണ് ഇവിടെ. അപ്പോൾ നമ്മുടെ നാട്ടിലൊക്കെ ടെറസ് ഫാമിംഗ് ചെയ്യത്തില്ലേ, അതുപോലെ തന്നെയാണ് ഇവിടെ ചെയ്തേക്കുന്നത്. കാരണം മൗണ്ടൻ ഏരിയ ആയതുകൊണ്ട് ടെറസ് ഫാമിംഗ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നല്ലപോലെ കൃഷി ചെയ്യാൻ പറ്റുള്ളൂ. ഇവിടെ എല്ലാം ടെറസ് ഫാമിംഗ് ആണ്. അപ്പോൾ അതാണ് ഇതിനകത്ത് എഴുതി വെച്ചേക്കുന്നത്. വാതിയിലെ വെള്ളം നമുക്ക് രുചിച്ച് നോക്കാം. നല്ല തണുത്ത വെള്ളം, ഐസ് പോലത്തെ വെള്ളം. ഇവിടെ ഇഷ്ടംപോലെ വെറൈറ്റി വൃക്ഷങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. മാവുണ്ട്, പിന്നെ ഡേറ്റ്സ് ഫുൾ ഓഫ് ഡേറ്റ്സ് ആണ്. പിന്നെ നമ്മുടെ മാതള നാരങ്ങയുണ്ട്, നാരങ്ങയുണ്ട്, ചെറുനാരങ്ങയുണ്ട്. അങ്ങനെ ഇഷ്ടംപോലെ വെറൈറ്റി ഫ്രൂട്ട്സ് ഉണ്ട് ഇവിടെ. ബൈ ത്രൂ ഔട്ട് ദ ഇയർ, ഈവൻ സമ്മറിൽ പോലും ഇവിടെ വെള്ളമുണ്ട്. കൃഷി ഏത് സമയത്തും അനുയോജ്യമാണ് ഇവിടെ കേട്ടോ. ഈ ട്രെയിൽ ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്കിവിടെ മാർക്കിംഗ് ഒക്കെ വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് ഫോളോ ചെയ്ത് വന്നാൽ മതി കേട്ടോ. നമ്മുടെ നാട്ടിലൊക്കെ കാണുന്ന പശുവിനും ആടിനൊക്കെ കൊടുക്കുന്ന പുല്ലില്ലേ, അതാവട്ടെ ഇവിടെ ഫുള്ള് നട്ടു വെച്ചേക്കുന്നത്. നമുക്ക് യു എ അപ്രീഷിയേറ്റ് ചെയ്യേണ്ട ഒരു കാര്യമാണ്. കാരണം യു എയിൽ എവിടെയെങ്കിലും ഒരു വാട്ടർ സോഴ്സ് ഉണ്ടെങ്കിൽ അതിനെ അവർ നല്ലപോലെ പ്രിസർവ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മുടെ നാട്ടിലൊക്കെ ഇഷ്ടംപോലെ വാട്ടർ സോഴ്സ് ഉണ്ട്, നമ്മളതിനെ അതുപോലാണോ കാണുന്നതെന്നുള്ളത് ഒരു ചോദ്യമാണ്. നമ്മൾ വ്ളോഗ് ചെയ്യുന്ന കണ്ടിട്ട് മാധവന് ഭയങ്കര ആഗ്രഹം വ്ളോഗ് ചെയ്യണം. അപ്പം എൻ്റെ അടുത്ത് മൈക്ക് തരാൻ പറഞ്ഞേക്കാണ്. അപ്പം ഞാൻ വെച്ചു കൊടുക്കും. ഈ മാധവൻ്റെ വ്ളോഗിങ് കേട്ടോ. ക്യാമറ നോക്കി പറഞ്ഞു. ഈ സ്ഥലം ഇഷ്ടപ്പെട്ടോ? അപ്പം നമ്മുടെ നാട്ടിലെ പോലെ ഇവിടെയും ടെറസ് ഫാമിംഗ് ആണ്. ഇവിടെ വ്യക്തമായിട്ട് കാണാം തട്ടുതട്ടായിട്ട് കൃഷി ചെയ്തേക്കുന്നത്. ഇവിടുത്തെ ജോലിക്കാർ കുറച്ച് നമുക്ക് കഴിക്കാൻ തന്നാണ്. പക്ഷെ പഴുത്ത് വീണാണ്, നല്ല മധുരമുണ്ട് കഴിക്കാനായിട്ട്. മാവിന് കഴിക്കാനായിട്ട് പണിക്കാർ കൊടുത്താണ്. മാവിന് പക്ഷെ വേണ്ടാന്ന് ഇന്നപ്പോഴും. വാദി ഷീസിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ വാദി ഷീസിന് തന്നെയായിട്ടുള്ള ഒരു ക്ലൈമറ്റിക് ഇതുണ്ട് കേട്ടോ, ഒരു മൈക്രോ ക്ലൈമറ്റ് ഉണ്ട്. അപ്പോൾ അതിൽ നോക്കിക്കഴിഞ്ഞാൽ പുറത്ത് നല്ല ടെമ്പറേച്ചർ ആണെങ്കിലും ഇവിടെ അത്രയും ടെമ്പറേച്ചർ ഉണ്ടാവില്ല. അതുപോലെ തന്നെ നല്ല തണുപ്പാണെങ്കിലും ഇവിടെ അത്ര തണുപ്പും ഫീൽ ചെയ്യാറില്ല. അപ്പോൾ മാക്സിമം ടെമ്പറേച്ചർ ഇവിടെ വരുന്നത് വെച്ചാൽ 32 ഡിഗ്രി സെൽഷ്യസ് ആണ്. മിനിമം വരുന്നത് വെച്ചാൽ 21. പിന്നെ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ നല്ല ചീവീടിൻ്റെ സൗണ്ട് ഉണ്ട് കേട്ടോ. നിങ്ങൾക്കത് കേൾക്കാൻ പറ്റുന്നുണ്ടോ? നമ്മൾ വീഡിയോ ഒക്കെ എടുത്തിട്ട് ഇപ്പോൾ ഒരു 10-45 മിനിറ്റ് ഇങ്ങനെ നടക്കാൻ തുടങ്ങിയിട്ട്. അതിനുള്ള ഏരിയ ഉണ്ട് കേട്ടോ. ഫുള്ള് തണലാണ്. പുറത്ത് നോക്കിക്കഴിഞ്ഞാൽ നല്ല വെയിലാണ്, പക്ഷേ ഇവിടെ ഫുള്ള് തണലാണ്. അപ്പോൾ അതുകൊണ്ട് സുഖമായിട്ട് നടക്കാം. അപ്പോൾ നിങ്ങൾ ഒരു കിളിയുടെ സൗണ്ട് കേട്ടില്ലേ? അത് ഈ ഭാഗത്ത് കാണപ്പെടുന്ന ഒരു കുരുവിയാണ് കേട്ടോ. ഇതിൻ്റെ പേരെന്ന് വെച്ചാൽ ഹ്യൂംസ് വീറ്റിയർ. അപ്പോൾ നമ്മൾ ട്രെയിൽ അവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് ഇങ്ങനെ കറങ്ങി നമ്മളിപ്പോൾ തിരിച്ച് റോഡ് എത്തി കേട്ടോ. റിങ്ങോ? ഇത് നടന്നു വന്നപ്പോഴത്തേനും ഇവിടെ ഒരു സംഭവം കണ്ടേ, കാണിച്ചു തരാം. എന്താണെന്ന് മനസ്സിലായോ? മുന്തിരിയാണ്.
നമുക്ക് മുന്തിരി അത്ര വലിയ സംഭവമല്ലെങ്കിലും UAE-ൽ അത് കൃഷി ചെയ്യുന്നുള്ളത് എനിക്കൊരു പുതിയ അറിവായിരുന്നു കേട്ടോ. കാരണം അത് നല്ല ക്ലൈമറ്റ് വേണമല്ലോ, തണുപ്പുള്ള നല്ലൊരു ക്ലൈമറ്റ് വേണമല്ലോ. ഇവിടെ നിറയെ മുന്തിരി വള്ളികളാണ്, പക്ഷെ ഒന്നും കായ്ച്ചിട്ടില്ല. ഇതിൻ്റെ സീസൺ ആയിരിക്കില്ല ഇപ്പോൾ. നമ്മുടെ നാട്ടിൽ നമ്മൾ തേങ്ങയൊക്കെ ഇടുന്ന കണ്ടിട്ടുണ്ടല്ലേ, അതുപോലെ ഈന്തപ്പഴം പറിക്കുന്നുണ്ടോ? നമുക്കവർ തന്ന കേട്ടോ ഒരു കൊല ഈന്തപ്പഴം. അപ്പോൾ ഇനി വീട്ടിൽ കൊണ്ടുപോയിട്ട് പഴിപ്പിച്ച് കഴിക്കാം. UAE-ലെ ഈ മനോഹരമായ കാഴ്ചകൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. മറ്റൊരു വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും ബായ്.